ഹായ്, ഇന്നത്തെ പാചകത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു നെത്തോലി തോരനാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു സവാള, പച്ചമുളക്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ചതച്ച് വെച്ചിരുന്നതാണ്, അതും ഇട്ടിട്ടുണ്ട്. നെത്തോലി കഴുകി വൃത്തിയാക്കി, മുള്ളെല്ലാം കളഞ്ഞിട്ടാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ഒരു പിടി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം ജീരകം, സാദാ ജീരകമാണ്, അതിട്ട് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ നെത്തോലിയുടെ കൂടെ ഇട്ട് ശകലം ഉപ്പിട്ട് ആ അരപ്പ് ശകലം ഒന്ന് കഴുകി ഒഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ല വൃത്തിക്ക് ഇളക്കി. ഈ സമയം വരെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടേ ഇല്ല. നല്ല ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കി. ആ വെള്ളം ശകലം ഒഴിക്കാവേ. അത് കഴിഞ്ഞിട്ട് അത് നല്ല ഒന്ന് ഇളക്കി നല്ല യോജിപ്പിച്ചെടുത്ത് അതിനിടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കണേ. ഉപ്പ് പാകമാണെങ്കിൽ അത് മതി. പിന്നെ ഈ വെള്ളം വലിയുന്നവരെ നോക്കണം. പിന്നെ ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി ഇടുന്ന എരിക്ക് നോക്കിയിട്ട് വേണം ഇടാൻ. പച്ചമുളകും മുളക് പൊടിയും നമ്മൾ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. അത് ഓരോരുത്തരുടെ എരി അനുസരിച്ച് വേണേ. നല്ല വൃത്തിക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കാം. ഇനി വേറെ പണികളൊന്നുമില്ല. ഇത്തിരി കറിവേപ്പില ഇട്ട് ഇളക്കി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടെ കഴിഞ്ഞ് തുറക്കാം. അപ്പോഴത്തേക്ക് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല വൃത്തിയായിട്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല സൂപ്പർ നെത്തോലി തോരൻ റെഡിയായേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.